ജയൻ ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇൻഗ്രീഡിയൻസ് എല്ലാം കുറച്ചധികം ചേർക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. നല്ല ടേസ്റ്റ് ആണ്. എന്റെ കുട്ടിക്കാലത്ത് അമ്മ ഉണ്ടാക്കാറുള്ള അച്ചാറാണിത്. ആ സമയത്ത് അത് എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടമായിരുന്നു. അതിന്റെ കളറും രുചിയും മനസ്സിലുള്ളത് കൊണ്ടാണ് മാങ്ങ അച്ചാർ ഉണ്ടാക്കാം എന്ന് തോന്നിയ സമയത്ത് ആ അച്ചാർ തന്നെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചത്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. സ്പെഷ്യൽ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 1/2 കിലോ പച്ചമാങ്ങ നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിൻ്റെ സീഡിനോട് ചേർത്ത് തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. സീഡ് മാത്രം മാറ്റിയിട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത് നോക്കൂ. ഇതിലും കുറച്ചുകൂടി വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രേഷേട്ടന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. രേഷേട്ടൻ വളരെ ഈസി ആയിട്ട് മാങ്ങ മുഴുവൻ കട്ട് ചെയ്തു തന്നു. വലിയ കഷ്ണങ്ങളായി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിന് സീഡിനോട് ചേർന്ന് നിന്ന് ആ ഭാഗത്ത് ഒരു സ്കിൻ പോലെ ഉണ്ടാവും. അത് നമ്മളൊന്ന് ഇളക്കിയെടുത്ത് മാറ്റണം. ഇങ്ങനെ ഉള്ളിലത്തെ സ്കിന്നൊക്കെ മാറ്റി എടുത്തു വെച്ച വൃത്തിയാക്കിയ ഈ മാങ്ങാ കഷ്ണങ്ങൾ ഒന്ന് വെയിൽ കൊള്ളിച്ചെടുക്കുന്നത് നല്ലതാണ്. ഇനി അച്ചാറുണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പ് ഒരു 1/4 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപ്പ് കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ അളവ് കുറച്ചാൽ മതി. കുറച്ച് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി അല്ലി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കാം. ഞാൻ 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കായം പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ ഉലുവയും 1/4 കപ്പ് കടുകും കൂടി ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തതാണിത്. നന്നായിട്ട് പൊടിയണ്ട, ചെറുതായി ഒന്ന് ക്രഷായാൽ മതി. 1/2 കപ്പ് മുളക് പൊടി, 1/4 കപ്പ് നല്ലെണ്ണ. അച്ചാറുണ്ടാക്കാൻ വേണ്ടി പാൻ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തു. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. പാൻ ചൂടായപ്പോൾ എടുത്തു വെച്ച നല്ലെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എണ്ണയൊന്ന് നന്നായി ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എണ്ണ ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. ഇനി ഇൻഗ്രീഡിയൻസ് ഓരോന്നായി പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല തിളച്ച് നിൽക്കുന്ന എണ്ണയിലേക്ക് ഇൻഗ്രീഡിയൻസ് ഓരോന്നായി പെട്ടെന്ന് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊന്ന് പതഞ്ഞു വരും. അത്രയും മതി. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടും. വെളുത്തുള്ളി ചേർത്തതിന് ശേഷം അതിലേക്ക് കടുകും ഉലുവയും കൂടി പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കായം പൊടിച്ചു വെച്ചത് ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ച പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം. പച്ചമാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാറുന്നത് വരെയും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റി 3-4 ദിവസത്തേക്ക് അത് ഒരു തുണി വെച്ച് അടച്ച് നന്നായി ടൈറ്റ് ചെയ്ത് അടച്ച് മാറ്റി വെക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. അച്ചാർ ഇപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. ഇതിനി ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് ഞാൻ മാറ്റി വെക്കുകയാണ്. നന്നായി ഒന്ന് അടച്ച് വെച്ചിട്ട് 4-5 ദിവസം കഴിയുമ്പോൾ ഒന്ന് ഇളക്കി ഒന്നുകൂടി അതിൻ്റെ വായു ഭാഗത്ത് തുണി വെച്ച് കെട്ടിയിട്ട് 10 ദിവസത്തിന് ശേഷം നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം. ഒരു കുഞ്ഞു ഭരണി ഉണ്ടെങ്കിൽ അതായിരുന്നു ഏറ്റവും നല്ലത്. നിങ്ങളുടെ കയ്യിൽ ഭരണി ഉണ്ടെങ്കിൽ ഭരണിയിലേക്ക് അച്ചാർ മാറ്റി അതിൻ്റെ വായ്ഭാഗം നന്നായി തുണി വെച്ച് കെട്ടി അടച്ചു വെച്ചാൽ മതി.
അച്ചാർ നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. തുണിയൊക്കെ മാറ്റി നമുക്ക് നോക്കുമ്പോൾ കണ്ടില്ലേ, അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് മുകളിൽ വന്ന് നിന്നിട്ടുണ്ട്. ഇത് ഒന്നുകൂടി നന്നായി ഇളക്കി കൊടുത്തിട്ട് 10 ദിവസത്തേക്ക് വീണ്ടും അടച്ചു വെക്കാം. അങ്ങനെ 10 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇത് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളത് ആവശ്യത്തിന് കോരിയെടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എണ്ണയുടെ കണ്ടൻ്റ് ആയിരിക്കും കൂടുതലായിട്ട് കിട്ടുക. ഇതിപ്പോൾ മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങി ഉപ്പും എരിവും എല്ലാം കൂടി ആ കായത്തിൻ്റെ ആ മണവും ഒക്കെ കൂടി നല്ലൊരു സ്മെല്ല് ഇതിൽ നിന്ന് വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷനിലേക്ക് വേണ്ടിയൊക്കെ നമുക്ക് വളരെ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്. എണ്ണ മുകളിൽ തെളിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് എത്ര കാലം വരെ വേണമെങ്കിലും കേടുകൂടാതെ ചീത്തയാവാതെ ഇരുന്നോളും. ഇതിപ്പോൾ അത്യാവശ്യം എരിവും ഉപ്പും ഒക്കെയുള്ള ഒരു അച്ചാറാണിത്. ഉപ്പും എരിവും ഒന്നും ഇത്രയങ്ങ് ആവശ്യമില്ല എന്നുള്ളവർ ഉപ്പിൻ്റെയും എരിവിൻ്റെയൊക്കെ മുളക് പൊടിയുടെയൊക്കെ ഒരു അളവ് കുറച്ചെടുത്താൽ മാത്രം മതി.